മത്സ്യവിൽപ്പനക്കാരനെ മത്സ്യലേലക്കാരൻ മർദ്ദിച്ചു. തഴുത്തല സ്വദേശി സലിമിനാണ് മർദ്ദനമേറ്റത്. കേടായ മത്സ്യം മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണമായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മത്സ്യവ്യാപാരി ഏകോപന സമിതി, ഫിഷ് സെല്ലേഴ്സ് അസോസിയേഷൻ എന്നിവർ ഹാർബറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. എൻ്റെ പേര് സലീം എന്നാണ്. ഞങ്ങൾ പൊന്തൽത്താഴ മാർക്കറ്റിലാണ് കച്ചവടമുള്ളത്. പിന്നെ മൈലാപ്പൂർ, പുതിച്ചിറ 2 ചന്ത വേറെയുണ്ട്. ചില്ലറ കച്ചവടങ്ങളാണ് അതൊക്കെ. എൻ്റെ മാമാക്ക് വേണ്ടി ഞാൻ മീൻ എടുക്കാൻ വരുന്നത്. എൻ്റെ മാമാക്ക് മീൻ കച്ചവടമുള്ളത്. ഞാൻ ആ വണ്ടി ഓടുകയും മീൻ കച്ചവടം മീൻ എടുക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ എൻ്റെ കൂടെ മാമ ഉണ്ടായിരുന്നു. മാമ മീൻ എടുക്കാൻ വേണ്ടി നീണ്ടരയിൽ വന്നു. നീണ്ടര വന്ന് സ്റ്റോറുകളത്തിൻ്റെ പൊള്ളൽ, അതായത് കുട്ടിച്ചൂരയില്ലേ, കുട്ടിച്ചൂര, ചെറിയ ചൂര, അതെടുത്ത് 110 രൂപ വില പറഞ്ഞ് എടുത്തതാണ്. എടുത്ത് തൂക്കി കൊട്ടയിലേക്ക് തട്ടിയപ്പം ശരീരത്തിലേക്ക് നമ്മൾ തട്ടുമല്ലോ, തട്ടിയപ്പോൾ അതിലുണ്ടായിരുന്നത് വെറും മോശം ചൂരയാണ്. അതിനകത്ത് പഴം പോലിരിക്കുന്ന വെറും ഉടഞ്ഞ ചൂരകൾ അടിയിൽ. അത് സ്ഥിരം പരിപാടിയാണ്. അത് നമ്മൾ അങ്ങനെ 2500 രൂപ വില പറഞ്ഞത്. 110 രൂപ വെച്ച് കുറച്ച് ചില്ലറ പൊള്ളലേ ഉള്ളായിരുന്നു. 2500 രൂപയാണ് പറഞ്ഞത്. 2500 രൂപ 100 രൂപ മാമ കുറച്ചിട്ട് ഈ മീൻ മാറ്റി തരണമെന്ന് പറഞ്ഞു. മീൻ മാറ്റി തരണം, അല്ലെങ്കിൽ പൈസ കുറച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് മീൻ കൂടുതലുണ്ട്, അതിൽ മോശം കൂടുതലായിട്ടുണ്ട്. ഞങ്ങൾ 5-6 മാറ്റിയുള്ളൂ. അപ്പം ലേലക്കാരൻ അത് പറ്റത്തില്ല, എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ചൂടാമെന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ട് എന്നിട്ട് അയാളെ മാമയുടെ കയ്യിൽ നിന്ന് പൈസ മൊത്തത്തിൽ പിടിച്ചിട്ട് അയാളെ കണക്കിലുള്ള പൈസ എണ്ണി എടുത്തിട്ട് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, മീൻ വേണ്ട, ഞങ്ങൾക്ക് മീൻ വേണ്ട, നിങ്ങൾ കാശ് തിരിച്ചു തരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ മീൻ വേണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തഴുത്തല പേലയത്തുചേരിയിൽ പള്ളിശ്ശേരിൽ പുത്തൻ വീട്ടിൽ 42കാരനായ സലിമിനാണ് മർദ്ദനമേറ്റത്. ചെറുകിട മത്സ്യവിൽപ്പനക്കാരനായ സലിം കഴിഞ്ഞ ദിവസം പുലർച്ചെ നീണ്ടകര ഹാർബറിൽ മത്സ്യം വാങ്ങാനായി എത്തി. ഈ സമയം മത്സ്യലേലക്കാരനായ ജോസഫ് എന്നയാൾ മദ്യലഹരിയിൽ അസഭ്യം പറഞ്ഞ് ഉപദ്രവിക്കുകയായിരുന്നു. 2500 രൂപയ്ക്ക് ഒരു കുട്ട മത്സ്യം വാങ്ങിയതിൽ കേടായ മത്സ്യം മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണമെന്ന് സലിം പറഞ്ഞു. എന്നത്തെ പോലെ തന്നെ ഇന്നലെ മീനെടുക്കാനായിട്ട് നീണ്ടര ഹാർബറിൽ പോയതാണ്. നീണ്ടര ഹാർബറിൽ പോയി പിന്നെ ലേലത്തിൽ പങ്കെടുത്ത് അപ്പോൾ സ്റ്റോറുകളത്തിൻ്റെ മീൻ കൊണ്ടുവച്ച് വിൽക്കുകയാണ്. അപ്പം ഇന്നലെ ഒരു ലേലക്കാരൻ നിന്ന് ഞാൻ ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. പേര് റെക്കോർഡിക്കലായിട്ടുള്ള പേര് എനിക്കറിയില്ല. അറിയപ്പെടുന്ന പേര് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അയാൾ ലേലം വിളിച്ച മീനാണ്. ഞാൻ ലേലം വിളിച്ച് 2500 രൂപയ്ക്ക് മീൻ ലേലം എടുത്ത് കുട്ടയിൽ വെച്ചിട്ടാണ് അവർ ലേലം വിളിക്കുന്നത്. അപ്പോൾ മേളിൽ കാണുന്ന മീൻ നല്ല മീനായിരിക്കും. അത് കണ്ടിട്ടാണ് മീൻ വിളിക്കുന്നത്. മീൻ വിളിച്ച് ലേലം എടുത്തതിന് ശേഷം അത് നമ്മൾ വില പറഞ്ഞ് അതിൻ്റെ ലേലം ഉറപ്പിച്ച് 2500 രൂപ ലേലം ഉറപ്പിച്ച് ആ മീനെടുത്ത് ഇപ്പോൾ ലോഡിങ് നേരെ അത് കൊട്ടയിലേക്ക് മാറ്റിയപ്പോൾ അതിന് അടിയിൽ കിടന്നത് കഴിക്കുന്നത് വളരെ മോശമായ മീനുമായിരുന്നു. അതെല്ലാം ഞങ്ങൾ പറക്കി മാറ്റിയിട്ട് ഈ മീൻ മാറ്റിത്തരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാളുമായിട്ട് വാക്കുതർക്കമുണ്ടായി. അവർക്ക് മാറ്റിത്തരാൻ പറ്റത്തില്ല. മോശമായ രീതിയിൽ ഒരു നിറയെ ചീത്ത പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ അയാൾ പിടിച്ചു വാങ്ങി അയാൾക്ക് 2500 രൂപ അയാൾ എണ്ണ എടുത്തിട്ട് ബാക്കി പൈസ നമ്മളെ പോക്കറ്റിലേക്ക് തിരികെ വെച്ച് വന്നിട്ട് എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞ് അസഭ്യം പറയായിരുന്നു. വളരെ മോശമായ കേട്ടറിക്കുന്ന അസഭ്യങ്ങളാണ് പറഞ്ഞത്. മത്സ്യം മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. പോക്കറ്റിൽ നിന്നും ബലമായി പണം പിടിച്ചു വാങ്ങുകയും ചെയ്തു. തുടർന്ന് മർദ്ദിക്കുകയായിരുന്നെന്ന് ഇദ്ദേഹം പറഞ്ഞു. ജോസഫ് എന്ന് വിളിക്കുന്ന ലേലക്കാരനാണ്. ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്, ലേലക്കാരനാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഞങ്ങൾക്ക് മീൻ വേണ്ട, നിങ്ങളത് മീൻ തിരിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അയാളെ മോനാന്ന് തോന്നുന്നു. അയാൾ വന്ന് ചൂടായി, നിനക്കൊക്കെ വേണം എടുത്താൽ ഇവിടെ ഇതൊക്കെ പറ്റത്തുള്ളൂ, എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മീൻ വേണ്ട, നീ അതെങ്ങനെ ഇത് പിടിച്ചു പറയുകയാണോ, നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പം മറ്റേ ആ ലേലം വിളിച്ച ആളെന്ന് എന്നെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇടി കൊണ്ട് അത് കഴിഞ്ഞ ആളെന്നെ നെഞ്ചത്ത് ചവിട്ടി. ഇപ്പം വേദനയുണ്ട്. ഇടി കൊണ്ടപ്പോഴത്തെ കണ്ണൊക്കെ പോഞ്ഞു. കുറച്ച് നേരത്തെ 3-4 സെക്കൻഡ് ഞാൻ നിലത്ത് വീണ് എൻ്റെ ബോധം പറയുന്ന പോലെ തോന്നി. ഒരു തലപ്പെരുപ്പ് മയക്കമായിരുന്നു. എഴുന്നേറ്റ് അയാൾ ഓടിക്കളഞ്ഞു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അയാൾ ഓടിക്കളഞ്ഞു. മത്സ്യത്തൊഴിലാളികളാണ് സലീമിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച മത്സ്യവ്യാപാരികളുടെ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മത്സ്യവ്യാപാരി ഏകോപന സമിതി, ഫിഷ് സെല്ലേഴ്സ് അസോസിയേഷൻ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തോട്ടപ്പള്ളിയിലും പോയിട്ടുണ്ട്, അമ്പലപ്പുഴയും പോയിട്ടുണ്ട്, എല്ലായിടും പോയിട്ടുണ്ട്. അവിടെ ആരും ഒരു ശല്യമില്ല. ഈ നീണ്ടാല് ആരും പോലെ എങ്ങുമില്ല. ഞങ്ങളെല്ലാരും ധാരണ അവർക്കുണ്ട്. ലേലക്കാരുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കണമെന്നും മത്സ്യവ്യാപാരിയെ മർദ്ദിച്ച ലേലക്കാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടുത്തെ ഗുണ്ടകൾ പെരുമാറുന്നത് എങ്കിൽ
പ്രക്ഷോഭവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതിന് ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, ചവറ.